ജൻസി വിപ്ലവം ധർമ്മേന്ദ്ര പ്രധാനെ താഴെയിറക്കുമ്പോൾ മുന്നിൽ നിന്ന് നയിച്ചത് രാജ്യത്തെ ഇടതുപക്ഷം. SFI അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ തുടക്കം മുതലേ CJP പ്രതിഷേധത്തിന്റെ ഭാഗമായി നിശ്ചയദാർഢ്യത്തോടെ പോരാടി. സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണയ്ക്കും നേതൃത്വത്തിനും നന്ദി പറയുകയാണ് CJP. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും NSUIനെയും CJP പരാമർശിച്ചിട്ടില്ല. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദിറിൽ സമരപ്പന്തൽ ഉയർന്നപ്പോൾ പോരാട്ടത്തിൽ രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും പിന്തുണ തേടിയിരുന്നു CJP. സമാന വിഷയത്തിൽ രാജ്യത്തെ പലയിടങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന SFIക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. പോരാട്ടത്തിന് SFIയുടെ നിരുപാധിക പിന്തുണ. ASF, ഐസ അടക്കമുള്ള മറ്റ് ഇടത് വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് നിന്നു. SFI നേതാക്കളായ ആദർശം സജിയും ഐഷി ഘോഷും ഐസയുടെ നേഹയും ASFന്റെ വിരാജ് ദേവാംഗും CJP നേതൃത്വത്തോടൊപ്പം നിന്ന് സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചു. 35 ദിവസങ്ങൾ ജന്തർ മന്ദിറിലെ പൊരിഞ്ഞ വെയിലത്തും അവർ തളരാതെ നിന്നു. തുടക്കത്തിലെ തിരക്കു കുറഞ്ഞ സമരപ്പന്തലിലും ദില്ലിയുടെ നഗരവീതിയിലെ ജനരോഷങ്ങൾക്കിടയിലും അവർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു. ചൈനീസ് ബന്ധം ആരോപിച്ച് SFI നേതാക്കളെ തളർത്താൻ കിണഞ്ഞു ശ്രമിച്ചു സംഘപരിവാർ ഭരണകൂടം. പോരാട്ടങ്ങൾ ഏറെ കണ്ട സമരയൗവനം ഉരടി പിറകോട്ട് വെച്ചില്ല. അധികാരധാർഷ്ട്യത്തിന്റെ ചക്രക്കസേരയിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ നാണം കെട്ട് രാജിവെച്ച് പിന്മാറുമ്പോൾ CJP വക്താക്കൾ നന്ദി പറയുന്നതും ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്കാണ്. നിരുപാധിക പിന്തുണയ്ക്കും നേതൃത്വ മികവിനും SFIക്കും ASFനും നന്ദി പറയുകയാണ് CJP വക്താവ് അശുതോഷ് റാങ്ക. അതേസമയം ദേശീയ മാധ്യമങ്ങൾ ജൻസി വിപ്ലവത്തിലെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പങ്കിനെ പുകഴ്ത്തുമ്പോൾ കുറ്റകരമായ മൗനം പാലിക്കുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ. കൈരളി ന്യൂസ്, ദില്ലി.